بسم الله الرحمن الرحيم. هم الذين كفروا وصدوكم عن المسجد الحرام والهدي معكوفا أن يبلغ محله ولولا رجال مؤمنون ونساء مؤمنات لم تعلموهم أن تطؤوهم فتصيبكم منهم معرة بغير علم ليدخل الله في رحمته من يشاء لو تزيلوا لعذبنا الذين كفروا منهم عذابا أليما إذ جعل الذين كفروا في قلوبهم الحمية حمية الجاهلية فأنزل الله سكينته على رسوله وعلى المؤمنين وألزمهم كلمة التقوى وكانوا أحق بها وأهلها وكان الله بكل شيء عليما. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1796 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 48-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫത്ഹിലെ 25, 26 എന്നീ 2 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هم الذين كفروا وصدوكم عن المسجد الحرام والهدي معكوفا أن يبلغ محله ولولا رجال مؤمنون ونساء مؤمنات لم تعلموهم أن تطؤوهم فتصيبكم منهم معرة بغير علم ليدخل الله في رحمته من يشاء لو تزيلوا لعذبنا الذين كفروا منهم عذابا أليما إذ جعل الذين كفروا في قلوبهم الحمية حمية الجاهلية فأنزل الله سكينته على رسوله وعلى المؤمنين وألزمهم كلمة التقوى وكانوا أحق بها وأهلها وكان الله بكل شيء عليما. صدق الله العلي العظيم. സൂറത്തുൽ ഫത്ഹിലെ 25, 26 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ബൈഅത്തുൽ റിദ്വാനും ഹുദൈബിയ സന്ധിയൊക്കെ നടപ്പിലാക്കപ്പെട്ടതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും ഇഹ്റാമിൽ നിന്ന് വിരമിച്ച് ബലിയറുക്കുകയും അതുപോലെ മുടി മുണ്ടനം ചെയ്യുകയൊക്കെ ചെയ്ത് അവര് ആ ഉംറ യാത്ര ഹുദൈബിയയിൽ വെച്ച് അവസാനിപ്പിച്ച് മദീനയിലേക്ക് മടങ്ങുകയാണ്. ആ മടങ്ങുന്ന ഘട്ടത്തിലാണ് സൂറത്തുൽ ഫത്ഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമാകുന്നത്. ഈ സൂറത്തില് ഈ സംഭവങ്ങളെ വിലയിരുത്തിക്കൊണ്ടുള്ള ഈ ബൈഅത്തുൽ റിദ്വാനും ഹുദൈബിയ സന്ധിയും മക്കയിലെ കുഫാറുകളും മുശ്രിക്കുകളും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളും അവിടെ ഇപ്പോ കാര്യങ്ങള് രൂപപ്പെട്ട വിധത്തിൽ രൂപപ്പെടുന്ന സാഹചര്യമുണ്ടായത്, ഒരു പോരാട്ടം ഉണ്ടാവാതെ ഇരുന്നത് തുടങ്ങിയ വിഷയങ്ങളെ പരാമർശിച്ചുകൊണ്ട് ആ സംഭവങ്ങളെ വിലയിരുത്തിക്കൊണ്ട് സത്യവിശ്വാസികൾക്ക് കരുത്ത് പകരുന്ന, തുടർന്ന് മുന്നോട്ട് പോവേണ്ട കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയെന്ന്
മാർഗദർശനം നൽകുന്ന സംഗതികളാണ് സൂറത്തുൽ ഫത്ഹിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അവരുമായിട്ട് ഒരു പോരാട്ടം ഇല്ലാതാക്കിയത് ഹുദൈബിയയിൽ വെച്ച് ശത്രുക്കള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സംഘത്തെയും സൈനികമായി നേരിടുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കിയത് അള്ളാഹു ഉദ്ദേശപൂർവം അങ്ങനെ ചെയ്തതാണ് എന്നതാണ് ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ആയത്തുകളിൽ കാണുകയുണ്ടായത്. നിങ്ങളുടെ കൈകളെ അവർക്ക് നേരെ ഉയരുന്നതും അവരുടെ കൈകൾ നിങ്ങൾക്കെതിരെ ഉയരുന്നതും ഒക്കെ ഇല്ലാതാക്കിയത് അള്ളാഹു ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. ഒരു സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നത് തകരാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു നടപടി അള്ളാഹു സത്യവിശ്വാസികളെ പ്രത്യേകമായി ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ നിലനിർത്തിയ ഒരു സംഗതിയായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്തിന്റെ അവസാനത്തിൽ പറയുകയുണ്ടായത് വഹുവല്ലദീ കഫ ഐദിയഹും അൻകും വ ഐദിയകും അൻഹും, നിങ്ങളുടെ കൈകള് അവർക്കെതിരെ നീങ്ങുന്നതിനും അതുപോലെ അവരുടെ കൈകൾ നിങ്ങൾക്കെതിരെ നീങ്ങുന്നതിനും എതിരിൽ അങ്ങനെ സംഭവിക്കാതെ ബത്ന് മക്കയുടെ താഴ്വരയിൽ വെച്ച് അങ്ങനെ ഒരു ഏറ്റുമുട്ടല് നിങ്ങൾക്ക് വലിയ വിജയം ഉണ്ടായതിനു ശേഷം അങ്ങനെ അവിചാരിതമായി അപ്രതീക്ഷിതമായി ഒരു സംഘർഷവും ഒരു സൈനിക നീക്കവും ഏറ്റുമുട്ടലും ഒക്കെ ഉണ്ടാവാതെ അള്ളാഹു പ്രത്യേകമായി ഉദ്ദേശ്യപൂർവ്വം തന്നെ അത് തടഞ്ഞു നിർത്തിയതാണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. വക്കാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു എന്നും പറയുന്ന വിധത്തിലാണ് ഇന്നലെ നമ്മൾ വായിച്ച ഭാഗം അവസാനിക്കുന്നത്. അതിനെ തുടർന്ന് അള്ളാഹു ആ വിഷയം ചില പരാമർശങ്ങൾ കൂടി അത് സംബന്ധമായിട്ട് നടത്തുകയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഈ 25, 26 ആയത്തുകളിലായിട്ട്. ആ ആയത്തുകൾ നോക്കുക. ഹുമുല്ലദീന കഫറു, ഇവരാണ്, ഈ കൂട്ടരാണ്, ഈ ജനം തന്നെയാണ് സത്യത്തെ നിഷേധിക്കുകയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു 19 വർഷത്തോളം നീണ്ടു നിന്ന പ്രയത്നങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലെ ആയാത്തുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവരെ സത്യത്തിലേക്ക് പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നപ്പോ അതിന് തടസ്സമായി നിന്ന നിഷേധികളായി നിലക്കൊണ്ട ആളുകളാണ് ഇവര്. ഹുമുല്ലദീന കഫറു, മാത്രവുമല്ല വസദ്ദൂകും അനിൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിങ്ങളുടെ യാത്രയെ തടഞ്ഞവരും ഇവർ തന്നെയാണ്. നിഷേധികളായി എന്നതാണ് ഒന്നാമത്തെ അവർക്കെതിരെയുള്ള ചാർജ്. തുടർന്ന് പറയുന്നത് വസദ്ദൂകും അനിൽ മസ്ജിദിൽ ഹറാം, ഇപ്പോ ഉംറ നിർവഹിക്കാൻ വേണ്ടി നിങ്ങൾ പുറപ്പെട്ട ഈ യാത്ര, ആ യാത്രയിൽ നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് അനുവദിക്കാതെ നിങ്ങളെ തടഞ്ഞത്, മസ്ജിദുൽ ഹറാമിലേക്ക് എത്തുന്നതിൽ നിന്ന് തടഞ്ഞത് ഇവർ തന്നെയാണ്. നിങ്ങളെ തടഞ്ഞു എന്നത് മാത്രമല്ല, വൽ ഹദിയ മഅകൂഫൻ അൻ യബ്ലുഗ മഹില്ലഹു, ഹദീനെയും ബലി നൽകാനുള്ള ഒട്ടകങ്ങളെയും ബലിമൃഗങ്ങളെയും അവർ തടയുകയുണ്ടായി. മഅകൂഫൻ, അതിനെ തടയുകയുണ്ടായി, മുന്നോട്ട് പോകാൻ അനുവദിക്കാതിരുന്നു. അൻ യബ്ലുഗ മഹില്ലഹു, ഈ ബലിമൃഗങ്ങള്, ഒട്ടകങ്ങള് അതിന്റെ ബലിസ്ഥലത്ത് എത്താനുള്ളതാണ്. മക്കയിൽ മസ്ജിദുൽ ഇഹ്റാമിന്റെ പരിസരത്ത് പോയി ഉംറക്ക് ശേഷം ബലി നിർവഹിക്കാൻ വേണ്ടി കൊണ്ടുപോയ ബലിമൃഗങ്ങളാണ് ഒട്ടകങ്ങൾ. ബലിമൃഗങ്ങളാണ് എന്ന അടയാളപ്പെടുത്തലുകള് അവയുടെ കഴുത്തിലെ വടങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നതാണ്. എല്ലാവർക്കും കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ സംഘം ഉംറ നിർവഹിക്കാൻ വേണ്ടി ബലിമൃഗങ്ങളുമായി വന്നിരിക്കുകയാണ് എന്ന കാര്യം തന്നെ. അപ്പോ അള്ളാഹു ഇവിടെ ഈ നിഷേധികളെ പരാമർശിച്ചുകൊണ്ട് പറയണം, അവരാണ് സത്യത്തെ ഒന്നാമതായി സത്യനിഷേധികളായി മാറിയത്. സത്യത്തെ നിഷേധിക്കുക എന്ന
ഒരു ധാർഷ്ട്യം ചെയ്ത കൂട്ടർ, നിങ്ങളെ മസ്ജിദുൽ ഇഹ്റാമിൽ നിന്ന് തടഞ്ഞവരും, അതുപോലെ നിങ്ങളുടെ ബലിമൃഗങ്ങളെ അതിന്റെ ബലിസ്ഥലങ്ങളിലേക്ക് എത്തുന്നത് തടഞ്ഞ ആളുകൾ ഇവരാണ്. മഅകൂഫൻ അൻ യബ്ലുഗ മഹില്ലഹു. മഹില്ല് എന്ന് പറഞ്ഞാൽ ഈ ബലി നിർവഹിക്കപ്പെടേണ്ട, അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ട സ്ഥലം, അവിടത്തേക്ക് എത്തുന്നതിൽ നിന്ന് ബലിമൃഗങ്ങളെ തടയുകയുണ്ടായത്. മഅകൂഫ, ഹബസാക്കിയത്, അവരെ തടഞ്ഞു നിർത്തിയത് ഇവരാണ്. എന്നിട്ട് അതിനുള്ള ന്യായം അല്ലാഹു പറയുകയാണ്. എന്നിട്ടും ഇവർക്കെതിരിൽ യഥാർത്ഥത്തിൽ അവര് ഒരു കടുത്ത ആക്രമണം അർഹിക്കുന്നുണ്ട്. അവരവിടുന്ന് തുരത്തി ഓടിക്കപ്പെടേണ്ടതുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് മക്കയെ മോചിപ്പിക്കേണ്ടതുണ്ട്. ഇതൊക്കെ തന്നെയാണ് സത്യം. പക്ഷെ അതിപ്പോ ഉടനെ ഹുദൈബിയയിൽ ഒരു പോരാട്ടം ഉണ്ടായിക്കൊണ്ട് വേണ്ടതില്ല എന്ന് അല്ലാഹു തീരുമാനിക്കുകയായിരുന്നു. അതിന് ചില കാരണങ്ങളുണ്ട്. ഹുദൈബിയയിൽ ഒരു പോരാട്ടം ഉണ്ടാവുകയും അവിടെ ഈ കുഫാറുകളെ, ഈ മുശ്രിക്കുകളായ മക്കക്കാരെ തറപറ്റിച്ച് ഇവര് മുന്നേറി മക്കയിലേക്ക് പ്രവേശിക്കണം എന്നതാണ് സംഭവിക്കാൻ പോകുന്നതെങ്കിൽ അതിന് ചില പ്രശ്നങ്ങളുള്ളതായിട്ടാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ആളുകളെ പരിഗണിക്കുമ്പോൾ അവർ അർഹിക്കുന്നത് അങ്ങനെ ഒരു ആക്രമണവും ആ പോരാട്ടത്തിലൂടെ അവരെ കീഴ്പ്പെടുത്തലും മക്കയെ അവരിൽ നിന്നും മോചിപ്പിക്കലും ഒക്കെയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. കാരണം അവര് നിഷേധികളാണ്. അത് ആ വാക്കുകളിൽ പരിമിതമല്ല. അവർ ചെയ്ത ദ്രോഹങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പലതവണ പരാമർശിച്ചിട്ടുള്ളതാണ്. ഖുർആൻ അത് വിശദമാക്കിയിട്ടുള്ളതാണ് പലയിടങ്ങളിൽ. അങ്ങനെയുള്ള സത്യനിഷേധികളാണ് ഇവര്. അതുപോലെ അവര് മസ്ജിദുൽ ഇഹ്റാമിലേക്ക്, അറബ് ഇസ്ലാമിക സമൂഹത്തിന്റെ രൂപപ്പെട്ടു വരുന്നതിന് മുമ്പ് തന്നെ മക്കയില് നിലനിന്നിരുന്ന ഒരു പൈതൃകമുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്. അതനുസരിച്ച് മസ്ജിദുൽ ഇഹ്റാമിനെ ലക്ഷ്യം വെച്ച് വരുന്നത് ആര് തന്നെ ആയാലും അവരെ തടയാൻ മക്കവാസികൾക്കോ ആർക്കും തന്നെയോ അവകാശമോ അധികാരമോ ഒന്നുമില്ല. എന്നാൽ ഇവിടെ മക്കവാസികൾ ആ പൈതൃകത്തെയാണ്, ആ പാരമ്പര്യത്തെയാണ് വെല്ലുവിളിക്കുന്നത്. സത്യവിശ്വാസികളുടെ സംഘത്തെ മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ട് അവരെ വഴി തടയുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോ രണ്ടാമത്തെ ഒരു അക്രമമാണ് ഇവിടെ പരാമർശിക്കുന്നത്. അത് അവർ മസ്ജിദുൽ ഇഹ്റാമിലേക്കുള്ള ആ യാത്ര തടഞ്ഞവരാണ് അവർ. പിന്നെ മൂന്നാമത്തത് ഹദീ അഥവാ ബലിമൃഗങ്ങൾ, ബലിയൊട്ടകങ്ങൾ, അവയെയും മഅകൂഫാക്കി, തടഞ്ഞിട്ടു. മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ ഇവർ ബ്ലോക്ക് ചെയ്തു. എന്തിൽ നിന്നാണ്? അൻ യബ്ലുഗ മഹില്ലഹു. ഈ ബലിമൃഗങ്ങൾ അവയുടെ ബലിസ്ഥലങ്ങളിലേക്ക്, ബലിയിടങ്ങളിലേക്ക് എത്തുന്നത് ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചതും ഇവരാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഇത്തരം അക്രമികൾക്കെതിരിൽ അവിടെ വെച്ച് തന്നെ ഒരു പോരാട്ടം ഉണ്ടായില്ല, അല്ലെങ്കിൽ ഒരു സംഘട്ടനത്തിന് സാഹചര്യം അല്ലാഹു വിലക്കി എന്നതാണ് ഇവിടെ തുടർന്ന് വിശദീകരിക്കുന്നത്. വലൗലാ റിജാലും മുഅ്മിനൂന വനിസാഉൻ മുഅ്മിനാത്തുൻ. വിശ്വാസികളായ ആണുങ്ങളും വിശ്വാസിനികളായ പെണ്ണുങ്ങളും അവിടെ മക്കയിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ, മക്കയിൽ അങ്ങനെ രഹസ്യമായിട്ട് വിശ്വാസം വിശ്വാസികളായിക്കൊണ്ട് വിശ്വാസം വെളിപ്പെടുത്താതെ കഴിഞ്ഞിരുന്ന, ഹിജ്റ ചെയ്യാൻ സാഹചര്യം ഒത്തുകിട്ടിയിട്ടില്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നു. ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. വിശ്വാസം വെളിപ്പെടുത്തിയവര് തന്നെ ഹിജ്റ ചെയ്യാനുള്ള ഭൗതിക സാഹചര്യം അനുകൂലമാവാത്തതിനാൽ അവിടെ തുടർന്ന് താമസിക്കുന്നവരായിട്ടും ഉണ്ടായിരുന്നു. ആണുങ്ങളും പെണ്ണുങ്ങളുമായ വിശ്വാസികൾ അവരുടെ സത്യവിശ്വാസ മാർഗത്തിൽ വന്നതിന്റെ പേരില് വളരെയേറെ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ട് മക്കയില് തന്നെ തുടരേണ്ടി വന്ന കുറെ ആളുകൾ, അവർക്ക് ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി കിട്ടിയിട്ടില്ല. അതിനുള്ള ഒരു വഴി തുറന്നു കിട്ടിയിട്ടില്ല. ചിലരൊക്കെയും വളരെ അതീവ രഹസ്യമായിട്ട് അവരുടെ വിശ്വാസം കൊണ്ട് നടക്കുകയാണ്. ഈ മുശ്രിക്ക്
നാട്ടുപ്രമാണിമാരുടെ ഒരു കൽക്കീഴിലായിട്ട് കഴിയേണ്ടി വരുന്ന കുറെ ദുർബലരായ ആളുകൾ. അവർക്ക് സംഗതി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വയ്ക്കുന്നതാണ് സത്യം എന്നത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവരത് രഹസ്യമായിട്ട് പിൻപറ്റുന്നവരായി മാറിയിട്ടുണ്ട്. സത്യവിശ്വാസം അവര് ഉൾക്കൊണ്ടതാണ്. പക്ഷെ അവർക്ക് ആ സംഘത്തോടൊപ്പം ചെന്ന് ചേരാനുള്ള സാഹചര്യം തുറന്നു കിട്ടിയിട്ടില്ല. അപ്പൊ അള്ളാഹുവിടെ പറയുന്നത് വലൗലാ റിജാലും മുഅ്മിനൂന വനിസാഉം മുഅ്മിനാത്ത്, കുറച്ച് ആണുങ്ങളും പെണ്ണുങ്ങളും വിശ്വാസികളായവര്, അങ്ങനെ ഒരു കൂട്ടർ അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ലം തഅലമൂഹും, അങ്ങനെ ഒരു കൂട്ടരെ പറ്റി നിങ്ങൾക്ക് വല്ലാതെ ഒന്നും അറിയില്ല. അത് രഹസ്യമായ ഒരു സംഗതിയാണ്. പലരും അവരുടെ സ്വകാര്യ ഇടങ്ങളിൽ വിശ്വാസികളായി ആ വിശ്വാസം വെളിപ്പെടുത്താതെ കഴിയുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സംഘത്തിനും ആ ആളുകളെ സത്യവിശ്വാസം ഉൾക്കൊള്ളുന്നവരായിട്ട് തിരിച്ചറിയാനൊന്നും പറ്റിയിട്ടില്ല. ലം തഅലമൂഹും എന്നാണ് അള്ളാഹു പറയുന്നത്. നിങ്ങൾ അവരെ മനസ്സിലാക്കിയിട്ടില്ല, നിങ്ങൾക്ക് അവരെ അറിയാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള കുറച്ചു പേര് അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്ന പറയുന്നത്? അങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോ തന്നെ ഒരു രക്തരൂക്ഷിതമായ ആക്രമണം മക്കയുടെ നേരെ നടത്തിക്കൊണ്ട് ഈ പരിപാടി അങ്ങ് അവസാനിപ്പിക്കാൻ അല്ലാഹു സാഹചര്യം ഒരുക്കുമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. സൂചിപ്പിക്കപ്പെടുന്ന കാര്യം അതാണ്. അപ്പൊ മക്കയില് ഇങ്ങനെ വിശ്വാസം ഒളിപ്പിച്ചു വെച്ചുകൊണ്ടും അല്ലെങ്കിൽ ദൗർബല്യം കാരണമായി സാമ്പത്തികവും സാമൂഹ്യവുമായ അവശതകൾ കാരണമായി ഒരു തീരുമാനം എടുത്ത് പലായനം ചെയ്യാൻ മദീനയിലേക്ക് പോവാൻ കഴിയാത്തവരായി കുറെ പേരുണ്ടായിരുന്നു. നിങ്ങൾക്ക് അവരെ കുറിച്ച് വല്ലാതെ ഒന്നും അറിയില്ല. ലം തഅലമൂഹു, നിങ്ങൾ അവരെ വേണ്ട വിധത്തിൽ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ ഒരു കൂട്ടരും ഉണ്ടായിരുന്നില്ലെങ്കിൽ അൻ തതഊഹും ഫതുസീബകും മിൻഹും മഅറത്തുൻ ബിഗൈരി ഇൽമിൻ, നിങ്ങൾ അവരുടെ മേൽ നിങ്ങളുടെ അക്രമം അഴിച്ചു വിടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. മക്കക്കാർക്ക് എതിരിൽ നിങ്ങൾ പോരാട്ടം നടത്തുമ്പോൾ ഈ സത്യവിശ്വാസം ഉൾക്കൊണ്ട ആണുങ്ങളും പെണ്ണുങ്ങളുമായി രഹസ്യമായി വിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരുപാട് ആളുകൾ മക്കയിലുണ്ടായിരുന്നു. അവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് തന്നെ അവരും തങ്ങളോട് ശത്രുത കാണിക്കുന്ന ഈ കുഫാറുകളുടെ കൂട്ടത്തിൽ പെട്ടവർ തന്നെയാണ് എന്ന നിലക്ക് നിങ്ങൾ അവരുടെ മേൽ ആക്രമണം അഴിച്ചു വിടാൻ സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെ സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ, അത് സംഭവിക്കുകയാണെങ്കിൽ ഫതുസീബകും മിൻഹും മഅറത്തുൻ ബിഗൈരി ഇൽമിൻ, നിങ്ങൾ കാര്യമറിയാതെ തന്നെ നിങ്ങളുടെ മേൽ ആക്ഷേപങ്ങൾ ഉയരുമായിരുന്നു. നിങ്ങൾ സ്വന്തം വിശ്വാസ മാർഗത്തിലുള്ള ആളുകളെ അരിഞ്ഞു വീഴ്ത്തുകയുണ്ടായി എന്ന വിധത്തില് നിങ്ങൾക്കെതിരിൽ സത്യനിഷേധികളുടെ ഭാഗത്തു നിന്നുള്ള വലിയ ആക്ഷേപങ്ങൾ ഉയരുമായിരുന്നു. നിങ്ങളാണെങ്കിലോ ഈ മക്കയിലെ ആളുകൾ വിശ്വാസികളായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കിയിട്ടും ഉണ്ടാവില്ല. ആ കാര്യം അറിയാതെ ശത്രുക്കളോടൊപ്പം അവരെ കണക്കാക്കിക്കൊണ്ട് അവർക്കെതിരിലും നിങ്ങൾ ആക്രമണം അഴിച്ചുവിടാൻ സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോ ഈ ഹുദൈബിയയില് രൂപപ്പെട്ടു വന്ന ഒരു ഏറ്റുമുട്ടൽ സാധ്യതയെ അങ്ങനെ അങ്ങ് നടക്കട്ടെ, എന്നിട്ട് മക്കയിലെ കുഫാറുകൾ ഇതിലൂടെ പൂർണ്ണമായിട്ട് തുടച്ചു നീക്കപ്പെടട്ടെ എന്ന ഒരു നിലപാട് അള്ളാഹു സ്വീകരിക്കുമായിരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞ ഒരു അർദ്ധോക്തിയായിട്ട് അത് അവസാനിപ്പിക്കുകയാണ്. അത് ബാക്കി നമ്മൾ അതിനോട് ചേർത്ത് മനസ്സിലാക്കുകയാണ് വേണ്ടി വരിക. അങ്ങനെ ഒരു സാഹചര്യം കുറെ വിശ്വാസികളായ ആണുങ്ങളും പെണ്ണുങ്ങളും മക്കയിലുണ്ടായിരുന്നു എന്നതും, നിങ്ങൾ മക്കൾക്കെതിരിൽ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ അവരെ നിങ്ങൾ ചവിട്ടിമെതിക്കാൻ ഇടയുണ്ട് എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നില്ലെങ്കിൽ, അങ്ങനെ നിങ്ങൾ ഈ ദുർബലരായ പാവപ്പെട്ട ദരിദ്രരായ അവശരായ ആളുകളെ ശത്രുക്കളെ കൂടെ
ശത്രുക്കളെ ശത്രുക്കളുടെ ഭാഗമാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അവരെ നിങ്ങൾ ആക്രമിക്കാനും ഇടയുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ അവരെ ആക്രമിക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾക്കെതിരില് വലിയ ആക്ഷേപം ഉന്നയിക്കപ്പെടാൻ അത് കാരണമാവുകയും ചെയ്യുമായിരുന്നു. മഅറത്തുൻ ബിഗൈരി ഇൽമിൻ, നിങ്ങൾ ആക്ഷേപം ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. നിങ്ങൾ അറിയ പോലുമില്ല ഈ ആളുകൾ വിശ്വാസികളായിരുന്നു അല്ലെങ്കിൽ വിശ്വാസിനികളായിരുന്നു എന്ന കാര്യം പോലും നിങ്ങൾ അറിയാതെ അവരെ ശത്രുക്കളോടൊപ്പം ഉള്ളവരാണ് എന്ന് ധരിച്ചുകൊണ്ട് ആക്രമണം അഴിച്ചുവിടുമ്പോൾ അവർക്കെതിരെയും ആക്രമണം അഴിച്ചുവിടാനും, അങ്ങനെ ഇസ്ലാമിന്റെ വിരോധികളായ ആളുകൾ, മുഹമ്മദിന്റെ ആളുകൾ ഇതാ ഇപ്പോ വന്നിട്ട് അവരുടെ തന്നെ വിശ്വാസം ഉൾക്കൊണ്ട ആളുകളെ അരിഞ്ഞു വീഴ്ത്തുകയാണ് എന്നൊക്കെ പറയാൻ അത് കാരണമാക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിന്നത് കൊണ്ടാണ് ഇപ്പോ നിങ്ങളുടെ കൈകളെ അള്ളാഹു തടഞ്ഞു വെച്ചത്, അവരുടെ കൈകളെ നിങ്ങൾക്കെതിരെ ഉയരുന്നതും തടഞ്ഞു വെച്ചത്. ഒരു സംഘർഷം ഉണ്ടാകാതെ അള്ളാഹു ആ രംഗം കൈകാര്യം ചെയ്തതിന്റെ താല്പര്യം മക്കയില് വിശ്വാസം രഹസ്യമാക്കി വെച്ചുകൊണ്ട് നിന്നിരുന്ന ആളുകൾ, ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. അവരുടെ കാര്യത്തിൽ നിങ്ങൾ തെറ്റായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു പോകും എന്ന ഒരു സാഹചര്യം നിലനിന്നത് കൊണ്ടാണ് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ രൂപപ്പെട്ടു വന്ന സംഘർഷാവസ്ഥ ഒരു വലിയ പോരാട്ടം തന്നെയായി മക്കയെ കുഫാറുകളിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു നടപടിയായി അങ്ങ് പുരോഗമിക്കട്ടെ എന്ന് അള്ളാഹു തീരുമാനിക്കുമായിരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അപ്പോ ആയത്തൊന്നുകൂടി വായിക്കുക. ഹുമുല്ലദീന കഫറു വസദ്ദൂകും അനിൽ മസ്ജിദിൽ ഹറാം, ഇവര് നിഷേധികളായി നിലക്കൊണ്ട ആളുകളാണ് ഇവര്. അതുപോലെ നിങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടഞ്ഞു നിർത്തിയവരാണ്. വൽ ഹദിയ മഅകൂഫൻ അൻ യബ്ലുഗ മഹില്ലഹും, ബലിയൊട്ടകങ്ങളെ അതിന്റെ ബലിയിടങ്ങളിലേക്ക് എത്തുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തിയവരാണ് ഇവര്. ഇനി ഈ കൂട്ടര് ഒരു നിലക്കും നിങ്ങൾ അവരുടെ നേരെ തിരിയുന്നതിനെ തടയാൻ ഒരു ന്യായമല്ല യഥാർത്ഥത്തിൽ. കാരണം അവര് അത്രയും വലിയ അക്രമികളായി മാറിയത് കൊണ്ട് തന്നെ അവർക്കെതിരെയുള്ള സൈനിക നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് വെക്കേണ്ടിയിരുന്നത്. പക്ഷേ വലൗല റിജാലും മുഅ്മിനൂന വനിസാഉം മുഅ്മിനാത്ത്, വിശ്വാസികളും വിശ്വാസിനികളുമായ കുറച്ചു പേര് മക്കയിലുണ്ടായിരുന്നു. അവര് രഹസ്യമായി വിശ്വാസം നിലനിർത്തി പോന്ന ആളുകളാണ്. അങ്ങനെ നിങ്ങളെല്ലാം തലമൂഹും അങ്ങനെ ഒരു കൂട്ടരെ കുറിച്ച് നിങ്ങൾക്ക് അറിയുകയുമില്ല. അങ്ങനെ ഇരിക്കെ ഊഹും, നിങ്ങൾ അവരുടെ മേൽ ചവിട്ടി മെതിക്കാതിരിക്കാൻ. തത്ത എന്നുള്ളത് വത്ത എന്ന് പറഞ്ഞാൽ കാലെടുത്ത് വെക്കുക എന്നാണ്. അത് ട്രാമ്പിൾ ചെയ്യുക എന്നതാണ് സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ അവരെ ചവിട്ടി മെതിക്കാതിരിക്കാൻ നിങ്ങൾ ഇവരും അക്രമികളാണ് എന്ന് കരുതി അവരുടെ മേൽ ചവിട്ടി മെതിക്കാൻ സാധ്യത ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഫതുസീബക്കും മിൻഹും മഅറത്തുൻ, നിങ്ങൾക്ക് അവരുടെ അടുക്കൽ നിന്ന് വലിയ മഅറത്ത്, വലിയ ആക്ഷേപങ്ങളും ദ്രോഹവും ഏറ്റുവാങ്ങേണ്ടി വരുമായിരുന്നു. സ്വന്തം ആളുകളെ തന്നെ ചവിട്ടി മെതിച്ചു കൊന്നൊടുക്കി എന്ന് ഉള്ള ആക്ഷേപം എന്ന് അവർ ആക്ഷേപിക്കുമായിരുന്നു. അതാണെങ്കിലോ ബിഗൈരി ഇൽമിൻ, നിങ്ങൾക്ക് ഒരു ധാരണയും ഇല്ലാതെയാണ് സംഭവിക്കുന്നത്. അവരോട് ഏറ്റുമുട്ടുമ്പോ അവരെ അരിഞ്ഞു വീഴ്ത്തുമ്പോ ഒന്നും നിങ്ങൾ അറിയില്ല. അവര് നിങ്ങളുടെ വിശ്വാസമാർഗം ഉൾക്കൊണ്ട ആളുകളാണ്, നിങ്ങളുടെ എതിരില് പോരാട്ടത്തിന് മുതിരാത്തവരാണ്, രഹസ്യമായി വിശ്വാസം കൊണ്ടു നടക്കുന്ന ആളുകളാണ് എന്നതൊന്നും നിങ്ങൾ അറിയില്ല. അങ്ങനെ നിങ്ങൾ അവർക്ക് എതിരില് നീങ്ങാനും ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങാൻ കാരണമാകാനും ഇടയുണ്ട് എന്നതാണ് ഇപ്പോ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവാതിരിക്കാൻ അള്ളാഹു സാഹചര്യം ഒരുക്കിയതിന്റെ താല്പര്യം. എന്തിനാണത്? ലിയുദ്ഖില അല്ലാഹു ഫീ റഹ്മതിഹി, അള്ളാഹു തന്റെ കാരുണ്യത്തില് മയ്യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണ്. ഇവിടെ മക്കയിലെ ഈ അവശരും ദുർബലരുമായ എന്നാൽ സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകളെ പരാമർശിച്ചുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത് എന്ന് മനസ്സിലാക്കാം. അള്ളാഹു അവന്റെ കാരുണ്യത്തിലേക്ക്
ചിലരെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണത്. എന്ന് പറഞ്ഞാൽ രഹസ്യമായി വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് നിലകൊള്ളുന്ന കുറച്ച് ആളുകൾ, അവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കണം എന്ന തീരുമാനം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതുകൊണ്ടാണ്. ലൗ തസയ്യലു, ഇവരെങ്ങാനും വേർതിരിഞ്ഞ് മാറി നിന്നിരുന്നെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസം രഹസ്യമാക്കിക്കൊണ്ട് നടന്ന മക്കയിലെ ആണുങ്ങളും പെണ്ണുങ്ങളും അവര് ഒരു സംഘം എന്ന നിലക്ക് മക്കയിലെ കുഫാറുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന, അവര് മാറി നിൽക്കുന്ന ഒരു സംഘമായി മാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ, ലൗ തസയ്യലു, സയ്യല എന്നാണ് റൂട്ട് വേർഡ്, വേറിട്ട് നിൽക്കുക എന്നാണ്. അപ്പോ അങ്ങനെ ഈ പൊതു സമൂഹത്തിൽ നിന്ന് വേറിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന വിധത്തിൽ ഒരു സംഘമായി മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് അവർക്കുണ്ടായിരുന്നതെങ്കിൽ, ലൗ തസയ്യലു ലഅദ്ദബ്ന അല്ലദീന കഫറൂ മിൻഹും അദാബൻ അലീമ, അവരെങ്ങാനും ഒരു സംഘം എന്ന നിലക്ക് മാറി നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നെങ്കിൽ ഈ നിഷേധികളെ നാം അതികഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കുമായിരുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. അവിടെ വിശ്വാസികള് ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. അവര് അള്ളാഹുവിന്റെ കരുണ ലഭിക്കേണ്ടവരാണ്. അവരെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ്. മറിച്ച് ഒരാക്രമണം മക്കൾക്കെതിരിൽ നടത്തുകയാണെങ്കിൽ അതിൽ ഇരയാക്കപ്പെടുകയില്ല എന്ന വിധത്തിൽ അവര് വേറിട്ട് നിൽക്കുന്ന ഒരു സംഘമായിട്ടാണ് ഉണ്ടായിരുന്നതെങ്കിൽ അള്ളാഹു ഈ സന്ദർഭത്തിൽ തന്നെ കുഫാറുകൾക്കെതിരിൽ കഠിനമായ ശിക്ഷ നടപ്പിലാക്കുമായിരുന്നു എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. ലഅദ്ദബ്ന അല്ലദീന കഫറൂ മിൻഹും അദാബൻ അലീമ, ഈ നിഷേധികളെ, ഇവരിൽപ്പെട്ട നിഷേധികളെ അതികഠിനമായ വേദനയുള്ള ശിക്ഷ അനുഭവിപ്പിക്കുമായിരുന്നു ഇവര് വേറിട്ട് നിൽക്കുന്ന ഒരു സംഘമായി രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ ഈ സത്യവിശ്വാസികളുടെയും മക്കയിലെ സാന്നിധ്യമാണ് അവർക്ക് ആ മക്കൾക്കെതിരിലുള്ള ഒരു സൈനിക നീക്കം നടത്തി ഒരു ശക്തമായ ഏറ്റുമുട്ടലിലൂടെ മക്കയിലെ കുഫാറുകളെ പരാജയപ്പെടുത്തി മക്കയെ മോചിപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ രൂപപ്പെട്ട് വരാതെ തടഞ്ഞു നിർത്തിയത് അള്ളാഹു ഈ കാരണത്താലാണ്. അല്ലെങ്കിൽ അവർക്കെതിരിൽ ആ മുന്നേറ്റം നടത്താൻ അള്ളാഹു സാഹചര്യം ഒരുക്കുമായിരുന്നു. ഈ സംഘം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള സംഘം അവരോട് ആയുധങ്ങളൊന്നും ഇല്ലാതെ തന്നെ പോരാട്ടം നടത്തുകയും അവരെ തുരത്തി ഓടിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് പിന്നിട്ട ആയത്തുകളിൽ പറഞ്ഞതും ഇവിടെ അത് വ്യക്തതയോടുകൂടി അള്ളാഹു തെളിച്ചു പറയുന്നതും. അപ്പോ അങ്ങനെ ഒരു സംഗതിയിലേക്ക് പോകാതിരുന്നത് ഈ ആളുകൾ അള്ളാഹുവിന്റെ കാരുണ്യം അർഹിക്കുന്നവരാണ്, അവരെ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ്. മക്കയിലെ വിശ്വാസം രഹസ്യമാക്കി നിലക്കൊണ്ടിരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും അവരുടെ കാര്യത്തിൽ. അപ്പോ എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുകയാണ്, ഇത് ജഅലല്ലദീന കഫറു ഫീ ഖുലൂബിഹിമുൽ ഹമിയ്യത്തൽ ജാഹിലിയ്യ. എപ്പോഴാണ് അള്ളാഹു അവർക്കെതിരിൽ കടുത്ത ശിക്ഷ നടപ്പിലാക്കുമായിരുന്നത്? അതിനുള്ള അർഹത അവർ നേടിയിട്ടുണ്ടായിരുന്നു. ആ അർഹത എന്താണ്? ഇത് ജഅലല്ലദീന കഫറു ഫീ ഖുലൂബിഹിം, നിഷേധികൾ അവരുടെ ഹൃദയങ്ങളിൽ അങ്ങനെ പതപ്പിച്ചെടുക്കുകയായിരുന്നു. എന്താണ് പതപ്പിച്ചെടുത്തത്? അൽ ഹമീയത്ത, ഹമീയത്ത് എന്ന് പറഞ്ഞാല് ഒരു നല്ല താപമുള്ള അതികഠിനമായ ചൂടുള്ള എന്നൊക്കെ മനസ്സിലാക്കാം. ഇവിടെ ദുരഭിമാനമാണ് സൂചിപ്പിക്കപ്പെടുന്നത്. സത്യവിശ്വാസികള് മക്കയിൽ നിന്ന് ഹിജ്റ പോയി ഈ മദീനയില് കഴിഞ്ഞുകൂടുന്ന സത്യവിശ്വാസികൾ അവരുടെ മുന്നിൽ അടിയറ പറയേണ്ടി വരുന്നു. അവരുടെ ഡിക്റ്റേറ്റ്സിനനുസരിച്ച് കാര്യങ്ങളെ നടപ്പിലാക്കപ്പെടുന്നു എന്നൊരവസ്ഥ വരുന്നത് തങ്ങൾക്ക് കുറച്ചിലാണ്, ക്ഷീണമാണ് എന്നതാണ് ആ ജാഹിലിയ മനസ്ഥിതി കൊണ്ട് നടക്കുന്ന മക്കയിലെ കുഫാറുകൾക്ക് അനുഭവപ്പെടുന്നത്. അവർ ആ ജാഹിലിയത്തിന്റെ ദുരഭിമാനത്തിലാണ്.
മക്കയിൽ ആളുകൾ മക്കയിലേക്ക് മദീനയിൽ നിന്ന് ഈ സംഘം വന്നിരിക്കുന്നത് ഉംറക്കാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങളുടെ പാരമ്പര്യം തന്നെ ഉംറക്ക് വരുന്നവരെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് സ്വീകരിക്കുക എന്നുള്ളതാണ്, അവരെ ഒരു കാരണവശാലും ഞങ്ങൾ തടയുകയില്ല എന്നാണ് മക്കക്കാര് പറയേണ്ടിയിരുന്നത്. പക്ഷെ അത് പറയാൻ അവർക്ക് സാധിച്ചില്ല. അവര് ദുരഭിമാനം വെച്ചു പുലർത്തുകയായിരുന്നു. ഞങ്ങളെ പലയിടങ്ങളിലും തോൽപ്പിച്ചു കളഞ്ഞ ഈ മുഹമ്മദിന്റെ സംഘത്തെ, ഈ അഹ്സാബ് യുദ്ധത്തിലും ഞങ്ങളെ തറപറ്റിച്ചു കളഞ്ഞ അവര് ഞങ്ങളുടെ നാട്ടിൽ വന്ന് സുരക്ഷിതമായി ഉംറ നിർവഹിച്ചു പോവുക എന്ന് പറയുന്നത്, അതും വലിയൊരു സംഘം എന്ന നിലക്ക് 1400-ലേറെ പേര് ഒരുമിച്ച് വരിക, എന്നിട്ട് ഉംറ നിർവഹിച്ചു പോവുക എന്നൊക്കെ ഉള്ളത് ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ അത് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് വലിയ ക്ഷീണാണ് എന്ന വിധത്തിലാണ് മക്കയിലെ കുഫാറുകൾ ആലോചിക്കുന്നത്. അത് ഒരു ജാഹിലിയത്തിന്റെ ദുരഭിമാനമാണ്. സത്യസന്ധതയല്ല, നന്മയല്ല. അതില് ഖുറൈശി സമൂഹവും അവരുടെ സഹകാരികളും ഒക്കെ പിന്തുടർന്നു വന്നിരുന്ന ഒരു പൈതൃകമായിട്ടുള്ള മൂല്യങ്ങളോട് യോജിക്കുന്നതുമല്ല. അങ്ങനെയുള്ള സംഗതിയല്ല അത്. ഇത് ഒരു ജാഹിലിയത്തിന്റെ എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായ അടിത്തറയോ ദാർശനികമായ പിൻബലമോ ഒന്നുമില്ലാത്ത ഒരു ദുരഭിമാനമാണ്. ഒരു ന്യായവും അതിന്. പെൺമക്കളെ പിറന്ന ഉടനെ കൊണ്ടുപോയി കുഴിച്ചു മൂടിയിരുന്ന ഒരു സംസ്കാരത്തിന്റെ ആളുകൾ അങ്ങനെ ചെയ്തിരുന്നത് പെൺമക്കൾ ഉണ്ടാവുന്നത് ഞങ്ങൾക്ക് കുറച്ചിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെയുള്ള ഒരു ദുരഭിമാനമാണ് ഇപ്പോ മക്കയിൽ നിന്ന് പോയ ആളുകൾ വലിയൊരു സംഘമായി ഇവിടെ വന്ന് ഉംറ നിർവഹിച്ച് പോവുക, എന്നിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല എന്ന് വരിക. ഇതൊക്കെ ഞങ്ങൾക്ക് വലിയ ക്ഷീണാണ് എന്ന നിലക്കാണ് ഈ ദുരഭിമാനികളായ ജാഹിലിയത്തിന്റെ ആളുകളായ ഈ കുഫാറുകൾ കരുതുന്നത്. അപ്പൊ അവരുടെ മനസ്സില് ഈ ജാഹിലിയത്തിന്റെ ദുരഭിമാനം അങ്ങനെ പതപ്പിക്കപ്പെട്ട അവസ്ഥയാണ്. ആ അവസ്ഥയിൽ തന്നെ അവരെ കൈകാര്യം ചെയ്യാൻ അള്ളാഹു നടപടി സ്വീകരിക്കുമായിരുന്നു. ഈ ദുർബലരായ വിശ്വാസികളുടെ സാന്നിധ്യം മക്കയിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ, അവരോട് കരുണ ചെയ്യണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇങ്ങനെ അള്ളാഹു തടഞ്ഞു നിർത്തുമായിരുന്നില്ല. ഇത് ജഅലല്ലദീന കഫറൂ ഫീ ഖുലൂബിഹിമുൽ ഹമിയ്യത, ഈ നിഷേധികൾ അവരുടെ ഹൃദയങ്ങളിൽ ഈ ദുരഭിമാനം പതപ്പിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ അവരുടെ കാര്യത്തിൽ കടുത്ത ശിക്ഷ നടപ്പിലാക്കുമായിരുന്നു എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. ആ ഹമീയത്തിനെ വീണ്ടും വിശേഷിപ്പിക്കുകയാണ്, ഹമീയത്തൽ ജാഹിലിയ്യ, ജാഹിലിയത്തിന്റെ ഹമീയത്താണത്. ഇസ്ലാമിന് മുമ്പ് മക്കയിലും പരിസര പ്രദേശങ്ങളിലും നിലനിന്നിരുന്ന സമൂഹത്തിന്റെ ഒരു ഖുർആൻ നടത്തുന്ന ഒരു വിവരണമാണ് ജാഹിലിയത്ത് എന്നുള്ളത്. അജ്ഞതയാണ്. അജ്ഞതയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സംസ്കാരം, ഒരു നാഗരികത, ഒരു ജീവിത രീതി, സമീപനം, ഇതൊക്കെയാണ് അവരുടേതായി ഉണ്ടായിരുന്നത്. അതിനെയാണ് ജാഹിലിയത്ത് എന്നിവിടെ സൂചിപ്പിക്കുന്നത്. ഇസ്ലാം വെളിച്ചമാണ്, ജ്ഞാനമാണ്, അറിവാണ്. അറിവിനെ അടിസ്ഥാനപ്പെടുത്തി വെളിച്ചത്തെ പ്രയോജനപ്പെടുത്തുന്ന, പ്രകാശത്തെ ഉൽകുന്ന ഒരു സംസ്കാരമാണ് ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്നത്. എന്നാൽ ഇസ്ലാം പൂർവമായ കാലം മക്കയില് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും എല്ലാവിധ ദുർനടപടികളുടെയും ഒരു രംഗമായിരുന്നു. അത് അജ്ഞതയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമൂഹമായിരുന്നു. ആ അന്ധകാരത്തിന്റെ ആളുകള് ആ അന്ധകാരത്തിന്റെ ദർശനത്തിനെ മാത്രം പിൻബലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അഭിമാന ബോധമാണ് കൊണ്ടു നടക്കുന്നത്. അതില് സത്യം ഞങ്ങള് എതിർത്തിരുന്ന ഒരു സംഗതിയാണെങ്കിൽ ഇപ്പൊ സത്യമാണെന്ന് മനസ്സിലാവുമ്പോൾ അത് അംഗീകരിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നില്ല. ദുരഭിമാനമാണ്. അതിപ്പോ ഞങ്ങൾ ഇന്നലെ മിനിയാന്നൊക്കെ അതിനെ എതിർത്ത ആൾക്കാരല്ലേ, ഇപ്പോ വെച്ചിട്ട് അതിനെ അംഗീകരിക്കുക എന്നുള്ളത് അത് ഞങ്ങൾക്ക് ക്ഷീണാണ് എന്ന് കരുതുന്ന ആളുകൾ. ഒരു സത്യസന്ധതയുള്ള ഒരു മനുഷ്യനും അങ്ങനെയല്ല ഉണ്ടാവുക. തെറ്റ് എപ്പോഴാണോ തിരിച്ചറിയുന്നത് അപ്പോ അത് അംഗീകരിച്ചിട്ട് തെറ്റ് കൈയൊഴിയുകയാണ് ചെയ്യുക. എന്നാൽ ദുരഭിമാനമുള്ള ആളുകളോ, അത് ഞങ്ങള് വാപ്പക്കാരന്മാരായിട്ട് പിന്തുടർന്നു വന്നിരുന്ന ഒരു സംഗതി ഇതാണ്, അതിപ്പോ അങ്ങനെ ഒരു തെറ്റാണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂല എന്നുള്ള വർത്താനാണ് ദുരഭിമാനികൾ പറയുക. എന്നാൽ അഭിമാനബോധമുള്ള ശരിയായ കാര്യത്തില് അടിത്തറയിൽ നിലകൊള്ളുന്ന ആളുകള് സത്യം തിരിച്ചറിഞ്ഞാൽ
അതിന്റെ ആളുകളായിട്ട് മാറാൻ യാതൊരു വൈമനസ്യം ഉണ്ടാവില്ല. അപ്പൊ ഈ ഹമിയത്തുൽ ജാഹിലിയത്തിന്റെ ഈ അത് പതപ്പിച്ചെടുത്ത മനസ്സുകളുമായിട്ടാണ് അവർ ഉണ്ടായിരുന്നത്. ആ കാരണത്താൽ തന്നെ അവർക്കെതിരിൽ ശക്തമായ ശിക്ഷാ നടപടികൾ അള്ളാഹു സ്വീകരിക്കുമായിരുന്നു. അൻസൽ അള്ളാഹു സക്കീനത്തഹു, അങ്ങനെയാണ് അള്ളാഹു തന്റെ ആ ശാന്തി സമാധാനം ഇറക്കിക്കൊടുത്തത്. ആർക്കാണ്? അലാ റസൂലിഹി, അവന്റെ ദൂതന്റെ മേൽ. അതുകൊണ്ട് അവർക്ക് നല്ല മനസ്സമാധാനത്തോടുകൂടി ഹുദൈബിയയിൽ നിൽക്കാനും വളരെ പ്രയാസം തോന്നിക്കുന്ന വിധത്തിലുള്ള ഉപാധികൾ അടങ്ങിയ സന്ധിയാണെങ്കിൽ പോലും അത് സ്വീകരിക്കാനും അതിൽ പ്രകോപിതരാവാതെ നിലകൊള്ളാനും ഒക്കെ അവർക്ക് സാധിച്ചത് അള്ളാഹു അവർക്ക് സക്കീനത്ത് ഇറക്കി കൊടുത്തത് കൊണ്ടാണ്. അലാ റസൂലിഹി വഅലൽ മുഅ്മിനീന, അള്ളാഹുവിന്റെ ദൂതന്റെ മേലും അവൻ അനുയായികളായ സത്യവിശ്വാസികളുടെ മേലും അള്ളാഹു സക്കീനത്ത് ഇറക്കി കൊടുത്തു, മനസ്സമാധാനവും ശാന്തിയും ഇറക്കി കൊടുത്തു. അതുകൊണ്ട് യാതൊരുവിധ പ്രകോപനവും അവരെ ഏശുന്നില്ല. അവര് വളരെ സമാധാന ചിത്തരായിട്ട് തന്നെ നിലകൊള്ളുകയാണ്. എന്തൊക്കെ പ്രകോപനപരമായ സംഗതികൾ ഉണ്ടായാൽ പോലും അതിനെതിരിൽ പ്രകോപിതരാവാതെ ശാന്തിയും സമാധാനവും ഉള്ളവരായി നിലകൊള്ളുകയാണ്. അള്ളാഹു അവന്റെ ദൂതനും വിശ്വാസികൾക്കും ഒക്കെ സക്കീനത്ത് ഇറക്കി കൊടുത്തത് കൊണ്ടാണത്. അൽസമഹും കലിമത്ത തഖ്വ, അവരെ ദൈവഭക്തിയുടെ വചനത്തിൽ ബന്ധിതരാക്കി നിർത്തുകയും ചെയ്യും. എന്ന് പറഞ്ഞ തഖ്വയുടേതല്ലാത്ത ഒരു കാര്യവും ആലോചിക്കുന്നവരായിട്ട് അവർ ആ ഘട്ടത്തിൽ ഉണ്ടായില്ല. വല്ല ജാഹിലിയത്തിന്റെയോ കുടുംബപരമായതോ ഒക്കെയായ ദുരഭിമാനം അവരെ പിടികൂടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവര് കാര്യങ്ങൾ കൈവിട്ടു പോകുമായിരുന്നു. പക്ഷെ അവരെ അള്ളാഹു ബന്ധിച്ചു നിർത്തി. എന്തിലേക്കാണ്? കലിമത്തു തഖ്വയിലേക്ക്, ദൈവഭക്തിയുടെ വചനത്തിലേക്ക് അവരെ ബന്ധിച്ചു നിർത്തി. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള എന്ന കലിമത്ത്, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സഹനത്തിന്റെയും ക്ഷമയുടെയും രീതി സ്വീകരിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള വചനങ്ങൾ, അതിലേക്കാണ് അള്ളാഹു അവരെ ബന്ധിപ്പിച്ചു നിർത്തിയത്. അതുകൊണ്ട് അവര് നിയന്ത്രണം വിട്ടു പോയില്ല, അവർക്ക് ക്ഷമ നശിക്കുകയുണ്ടായില്ല. അൽസമഹും കലിമത്ത തഖ്വ, കലിമത്തു തഖ്വയിലേക്ക് അവരെ അള്ളാഹു ബന്ധിപ്പിച്ചു നിർത്തിയിട്ടുമുണ്ടായിരുന്നു. വകാനു അഹഖ ബിഹ, അവരാണല്ലോ അതിന്റെ ഏറ്റവും വലിയ അവകാശികൾ. കലിമത്തുൽ ഹഖിന്റെ, കലിമത്തു തഖ്വയുടെ അവകാശികളായിട്ട് ആ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളെക്കാൾ അതിനർഹരായിട്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല. അവരാണ് അതിന് ഏറ്റവും അർഹത ഉണ്ടായിരുന്ന ആളുകൾ. വകാനു അഹഖ ബിഹ, ആ കലിമത്തിന്റെ ആളുകളാവാൻ, ഈ തഖ്വയുടെ കലിമത്തിന്റെ അതിൽ ബന്ധിതരായി നിൽക്കാൻ ഏറ്റവും അർഹത ഉണ്ടായിരുന്നവര് അവര് തന്നെയാണ്. കാരണം അവരായിരുന്നു അതിന്റെ ഏറ്റവും വലിയ അഹക്കായ ആളുകൾ. അഹ്ലഹ, അതിന്റെ അവകാശികളും, കലിമത്തു തഖ്വയുടെ അവകാശികളും അർഹരും ഒക്കെ അവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ ആ കലിമത്തു തഖ്വയിൽ ബന്ധിതരാക്കി നിർത്തിക്കൊണ്ട് അവരെ യാതൊരുവിധ പ്രകോപനങ്ങൾക്കും വിട്ടുകൊടുക്കാതെ അള്ളാഹു അവരെ സക്കീനത്ത് നൽകി അവരെ ശാന്തരാക്കി നിർത്തുകയായിരുന്നു. വകാന അല്ലാഹു ബികുല്ലി ശൈഇൻ അലീമ, മാത്രവുമല്ല അള്ളാഹു എല്ലാറ്റിനെ കുറിച്ചും വളരെ നന്നായി അറിയുന്നവനുമാണ്. അള്ളാഹു എല്ലാറ്റിനെ കുറിച്ചും വരും നാളുകളിൽ ഉണ്ടാകാൻ പോകുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചൊക്കെ ഇനി ഈ വിധത്തിൽ അല്ലാതെ മറ്റൊരു വിധത്തിൽ, എന്ന് പറഞ്ഞാൽ മക്കയെ ശക്തമായ രക്തച്ചൊരിച്ചിലുള്ള ഏറ്റുമുട്ടലിലൂടെ അല്ലാതെ സമാധാനത്തിലൂടെ ശാന്തിയിലൂടെ വിമോചിപ്പിക്കുക എന്നൊരു സാധ്യത അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹു ഉദ്ദേശിച്ചത് അതാണ്. മക്കയിൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കാൻ അള്ളാഹു ആഗ്രഹിച്ചിട്ടില്ല. അവിടെ സമാധാന അന്തരീക്ഷത്തിൽ തന്നെ ഒരു കൈമാറ്റം, മക്കയുടെ കാര്യങ്ങളുടെ വിമോചനം നടക്കുകയും മക്കയുടെ കൈകാര്യകർത്തൃത്വം പുതിയ സംഘത്തിന്റെ കൈകളിലേക്ക് വരികയും ചെയ്യുന്ന ഒരു പ്രക്രിയ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവരുടെ കാര്യത്തിൽ ഇപ്പോ അവരെ പ്രകോപിതരാക്കാതിരുന്നതും ഒരു ഏറ്റുമുട്ടലിന് സാഹചര്യം ഇല്ലാണ്ടാക്കിയിട്ടുള്ളതും ഒക്കെ. കാരണം അള്ളാഹു വകാന അല്ലാഹു ബികുല്ലി ശൈഇൻ അലീമ, എല്ലാറ്റിനെ കുറിച്ചും സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ് അള്ളാഹു എന്നാണ്
ഇവിടെ തുടർന്ന് അള്ളാഹു വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതില് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളില് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധ പതിയേണ്ടതായിട്ടുണ്ട്. ഈ കുഫാറുകള് മക്കയിലേക്ക് മുസ്ലിങ്ങൾ സൈനികമായി നീങ്ങിയിരുന്നെങ്കിൽ അവിടെ സ്വന്തം വിശ്വാസ മാർഗത്തിലേക്ക് വന്ന ആളുകളെ അവര് വിശ്വാസികളാണ് എന്നറിയാതെ തന്നെ ശത്രുക്കളുടെ കൂട്ടത്തിൽ പെട്ടവരാണ് എന്ന നിലയ്ക്ക് തന്നെ അവരെ ആക്രമിക്കാനും അരിഞ്ഞു വീഴ്ത്താനും ഒക്കെ സാധ്യത ഉണ്ടായിരുന്നു എന്നതാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, രക്തരൂക്ഷിതമായ ഒരു സംഘർഷത്തിലൂടെ, ഒരു സംഘട്ടനത്തിലൂടെ മക്കയെ മോചിപ്പിക്കുക എന്നതായിരുന്നില്ല അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് എന്നതും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതായിട്ട് കാണാം. പിന്നെ അള്ളാഹു ഈ മക്കയുടെ വിമോചനത്തിന്, അത് ഈ ഹിജ്റ 6-ാം വർഷമാണ് ഈ സംഭവം ഉണ്ടായതെങ്കിൽ അത് കഴിഞ്ഞ് വെറും 2 വർഷത്തിനുള്ളിൽ തന്നെ മക്കയെ വിമോചിപ്പിക്കുകയാണ്. അപ്പോ അത് ഒരു ഏറ്റുമുട്ടലും ഇല്ലാത്ത വിധത്തിൽ മക്കയെ വിമോചിപ്പിക്കാൻ അള്ളാഹു ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു എന്നതാണ് സൂചിപ്പിക്കപ്പെട്ടത്. അതിന്റെ ഫലമായിട്ട് സമീപ പ്രദേശങ്ങളിലുള്ള സകല ഗോത്രങ്ങളും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അത് വഴിയൊരുക്കുകയും ചെയ്തു എന്നതാണ് ശ്രദ്ധേയമായൊരു കാര്യം. അപ്പോ ഈ ഇവിടെ മക്കയിൽ വിശ്വാസം രഹസ്യമാക്കി കഴിഞ്ഞിരുന്ന കുറച്ച് ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടായിരുന്നത് കൊണ്ട് എന്ന് പറഞ്ഞ ഒരു പരാമർശം ഇവിടെ നമ്മൾ കണ്ടല്ലോ. ആ പരാമർശം വേറെ ചില ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. അത് സമാനമായ സാഹചര്യത്തിൽ ഇപ്പൊ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ശത്രുരാജ്യത്ത് മുസ്ലിങ്ങളുണ്ട്. പക്ഷെ ആ ശത്രുരാജ്യവുമായി പോരാടേണ്ടി വരുമ്പോ അവിടെ മുസ്ലിങ്ങള് വിശ്വാസികളായ ആളുകളുണ്ട് എന്ന അവസ്ഥയിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അത് സംബന്ധമായി ഇൻഷാ അല്ലാഹ് നമുക്ക് നാളത്തെ സെഷനിൽ അതിനോട് ചേർത്ത് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.